അവൻ എവിടെയാ മുരളി? അകത്തുണ്ട്. നിങ്ങൾ പിള്ളേരെല്ലാം കൂടി അവനെ കണ്ടവനെ ഉപദ്രവിച്ചു കാണും അല്ലേ? ഏയ് ഇല്ലെങ്കിലേ, അത്യാവശ്യം തട്ടും തടവിലും മാത്രം. അതാ നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാത്തത്. വെറുതെ വിളിച്ചോണ്ടിരുന്ന എങ്ങനെയാ അച്ഛാ? അങ്കിള് വാ, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇയാളെ കെട്ടിയിട്ട് ആരാ പറഞ്ഞത്? അത് പിന്നെ അഴിച്ചു വിട. സാറ് ഞാൻ ഇവന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞതാ, ML സാർ വന്നാൽ നിന്റെയൊക്കെ മുഖം അടിച്ചു പൊടിക്കുമെന്ന്. അയ്യോ, ഇനി പറ, എന്താ തന്റെ ഉദ്ദേശം? സാറേ, ഞാനൊരു പാവമാ. ഏയ്, തന്നെ പറ്റി വിശദീകരിക്കണ്ട, അതെനിക്കറിയാം. എന്റെ മകന്റെ വിവാഹത്തെ കുറിച്ച് പറ. രജിസ്റ്ററിൽ താൻ തിരിമറി നടത്തിയോ? സാറേ, അത് പിന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇങ്ങനൊരു സീൻ എനിക്ക് താല്പര്യമില്ല. ഉണ്ടായിസം കാണിക്കാൻ മടിയുണ്ടായിട്ടല്ല, അത് വേണ്ടാന്ന് വെച്ചിട്ടാ. ഇപ്പൊ തന്നെ പിള്ളേര് തന്നെ ചവിട്ടിക്കൂട്ടി കൊല്ലണ്ടെന്ന് കരുതിയാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. രാഷ്ട്രീയവും ജനസേവനവും മാറ്റിവെച്ച് എന്റെ മകന് വേണ്ടി ഞാനൊരു അച്ഛനായി മാത്രം ചിന്തിച്ച ഉറുപ്പേ, ഇവന്മാരെക്കാൾ വടക്കായിരിക്കും ഈ സിദ്ധാർത്ഥൻ. സാറേ, ആർക്ക് വേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ എനിക്കറിയണ്ട. താൻ രജിസ്റ്ററിൽ തിരിമറി നടത്തി മുരളിയും ദേവികയും വിവാഹിതരായെന്ന് താൻ വരുത്തി തീർത്തു. അത് മാറ്റിയെടുക്കാൻ ഇന്ന് എപ്പ പറ്റും? സാറേ, എപ്പോ? അമ്പലത്തിലെ രജിസ്റ്ററിൽ നന്ദസാറിന്റെയും ദേവികയുടെയും പേര് തന്നെയാ കിടക്കുന്നത്. പിന്നെന്തിനാണോ മുരളിയുടെ പേര് രജിസ്റ്ററിലുള്ളെന്ന് കള്ളം പറഞ്ഞത്? എന്നെ ഉപദ്രവിക്കരുത്. പ്രഭ മേഡം പറയുമ്പോ ഞാൻ എന്ത് ചെയ്യാന്? സാറേ, പിന്നെ എനിക്കും കാശിന് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. കുറച്ചുപേര് രണ്ടും കൽപ്പിച്ചിറങ്ങിയ ഒരു മേഡത്തിന് തന്നെ പോലുള്ളവരെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ മനസ്സിലായോ? 25,000 പിന്നെ 5 ലക്ഷം കൊടുക്കാന്ന് പ്രലോഭിപ്പിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. കൊടുക്കേണ്ടത് ഞങ്ങൾ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തല്ലി സാറേ. അങ്കിള് വന്നിട്ട് അങ്കിളിന്റെ അനുവാദത്തോടു കൂടി ബാക്കിയൂടെ കൊടുക്കാന്ന് വെച്ചു. ഇനി തല്ലിയാൽ ഞാൻ ചത്തുപോകും. താൻ ചാവണോടോ? ഇല്ല, ഞാൻ കൊല്ലും. കൈയെടുക്ക്.
നീ ചാകാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ സാറേ? ഇപ്പൊ തന്നെ അമ്പലത്തിൽ വിളിക്കണം. നന്ദനും ദേവികയും തമ്മിലുള്ള മാരേജ് സർട്ടിഫിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് റെഡിയാക്കി വെക്കാൻ ഓഫീസിൽ പറയണം. നന്ദൻ ഇപ്പൊ അങ്ങോട്ടേക്ക് പോവും. നന്ദന്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ തനിക്ക് ഇവിടുന്ന് പോവാം. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം സാറേ. മോൻ അമ്പലത്തിലേക്ക് പൊയ്ക്കോ. അവിടെ ചെന്നേ ക്ലർക്ക് ബിഷംബരനെ കണ്ടാ മതി. എന്റെ ഫോൺ എവിടെയാ? ആ ഇങ്ങെടുക്ക് മോനെ. ഓ, ഞാൻ വിളിക്കാം സാറേ. നന്ദ, നീ പെട്ടെന്ന് ചെല്ല്. ആ ഞാൻ പോട്ടെ. ചെല്ല. ഹലോ വിശംബര, ഞാനാ കുറുപ്പാ. ഒരു അത്യാവശ്യ കാര്യത്തിനാ. നമ്മുടെ സിദ്ധാർത്ഥൻ സാറിന്റെ മോൻ നന്ദനില്ലേ, ആ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി അവരുടെ കയ്യിൽ എടുത്തു കൊടുക്കണേ. നന്ദമോൻ ഇപ്പൊ അവിടെ വരും. ഓ, പെട്ടെന്ന് എടുത്തു കൊടുക്കണേ. ആ പെട്ടെന്നാവട്ടെ. ഓ, ഞാൻ വിളിക്കാം. ഞാൻ ജോലിക്ക് കയറാൻ വന്നതാ മോളെ. ഇവിടെ വന്ന് കാണാൻ പറഞ്ഞായിരുന്നു. എന്താ അച്ഛ ഇത്? ഇവിടെ ജോലിക്ക് അച്ഛനെ അയക്കാൻ പാടില്ലെന്ന് ഞാൻ അമ്മയോട് ശരിയോടും പറഞ്ഞതാണല്ലോ. ജോലിക്ക് വരണ്ടെന്ന് തന്നെ ഞാനും തീരുമാനിച്ചിരുന്നു മോളെ. പക്ഷെ ഇവിടുത്തെ മീരമോള് വീണ്ടും വിളിച്ചു. ശാരിയോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചെന്നും പറഞ്ഞു. അച്ഛൻ ഇവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അമ്മയും ശാരി സമ്മതിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്നാലും അത് വേണ്ടായിരുന്നു അച്ഛ. ഇവിടെ എന്റെ അവസ്ഥ അച്ഛൻ അറിയാലോ. അങ്ങനെ ഇരിക്കുമ്പോ ഇവിടുത്തെ കമ്പനി തന്നെ അച്ഛനും ജോലിക്കാരനായി വരാന്ന് വെച്ചാ അത് കമ്പനി ദൂരെയല്ലേ മോളെ. ഞാനിപ്പോ പ്രഭാവതിയെ കണ്ട് നിയമനത്തിന്റെ കടലാസൊക്കെ വാങ്ങി അങ്ങോട്ട് കമ്പനിയിലേക്ക് പൊക്കോളാം. പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഒരു ജോലിയില്ലാതെ പറ്റില്ല മോളെ. ഒരു ചെറിയ മാസവരുമാനം കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നാലും ഇവിടെ മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അച്ഛൻ ഇപ്പൊ തന്നെ തിരിച്ചു പൊക്കോളാം. ഇവിടെ ആരോടും പറയണ്ട. നമസ്കാരം. ജോലിക്ക് കയറാൻ വന്നതാ. ജോലിക്ക് കയറാൻ തോന്നിയ സമയത്താണോ വരുന്നത്? ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇയാളെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ കൊണ്ടുപോയാൽ ഇവളെ ഓടിക്കാൻ പറ്റും. ആദ്യ ദിവസമായതുകൊണ്ട് ക്ഷമിക്കുന്നു. പിന്നെ ദേവികയുടെ അച്ഛനല്ലേ, ആ പരിഗണന തരണമല്ലോ. ഇനി ഒരിക്കലും വൈകില്ല. വൈകരുത്. അകത്തേക്ക് വരൂ. ജോലിയുടെ സ്വഭാവം രീതികളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ മാധവൻ ഒരു ജോലി വേണമല്ലേ? അതെ. അല്ല, ഈ പ്രായത്തിലൊക്കെ ജോലി അന്വേഷിക്കാന്ന് വെച്ചാ നിങ്ങൾ നോക്കാൻ കുടുംബത്തിലാരുമില്ലേ?
അതോ ഇനി വരുമാനമില്ലാത്ത അത്തപ്പാടികളാണോ? ആഹാരത്തിനൊക്കെ ബുദ്ധിമുട്ടാവും വീട്ടിൽ. ആന്റി, എന്നെ വേദനിപ്പിക്കാനല്ലേ ആന്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അച്ഛാ, എന്തിനാ ഇതൊക്കെ കേട്ട് നിൽക്കുന്നേ? ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും അല്ല ഈ ചോദ്യങ്ങൾ. ഒരു നിയമനം നടത്തുമ്പോ ആ ഇന്റർവ്യൂവിന് ചില രീതികളൊക്കെ ഉണ്ട്. കുടുംബകാര്യങ്ങളും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ അന്വേഷിക്കും. മാധവൻ എന്റെ രീതികൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണെങ്കിൽ തിരിച്ചു പോവാം. അല്ല, ദേവിക അറിയാതെ പറഞ്ഞു പോയതാ. എന്നോട് എന്തു വേണമെങ്കിലും ചോദിക്കാം. മോൾ അകത്തേക്ക് പോക്കോ. പ്രഭാവതി ചോദിച്ചോളൂ. എന്താ പ്രഭാവതി ചോദിക്കാനോ? മാഡം, അങ്ങനെ വേണം വിളിക്കാൻ. എന്റെ ജോലിക്കാർ അതിന് ആരായാലും എന്നെ മാഡം എന്നെ വിളിക്കൂ. അങ്ങനെ വിളിക്കാവൂ. ശരി മാഡം. മാഡം എന്ന് വിളിച്ചത് ക്ലിയർ ആയില്ല. ഒന്നുകൂടി പറയണം, കുറച്ച്. ശരി മാഡം. ആ, കൃത്യസമയത്ത് ജോലിക്ക് വരണം. ഒരു മിനിറ്റെങ്കിലും താമസിച്ച ജോലിന്ന് പറഞ്ഞുവിടും. പിന്നെ ജോലിക്കിടയിൽ സംസാരവും കൊച്ചു വർത്താനവും ഒന്നും പാടില്ല. ശരി മാഡം. ശമ്പളം കൃത്യം 1-ാം തീയതി തന്നെ കയ്യിലെത്തും. ഞാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. വീട്ടില് കഷ്ടപ്പാടാണോ? ചെറുതായിട്ട്. മക്കള് തലതിരിഞ്ഞു പോയിട്ടുണ്ടാവാം. അയ്യോ, വീട്ടുകാര്യങ്ങളൊന്നും നോക്കുന്നുണ്ടാവില്ല. അതാ വയസ്സാം കാലത്ത് പണിക്കിറങ്ങേണ്ടി വന്നത്. അയ്യോ, മക്കളൊക്കെ നല്ല സ്നേഹമുള്ളവരാ. ചില സാഹചര്യങ്ങൾ കാരണം ഇങ്ങനെ പണിക്കിറങ്ങേണ്ടി വന്നതാ. ആ, അപ്പൊ ശരി, ഇന്ന് തന്നെ ജോലിക്ക് കയറിക്കോ. ജോലി തുടങ്ങിക്കോ. അല്ല, ഞാൻ കമ്പനി ചെന്ന് മാനേജറെ കണ്ടാൽ മതിയോ? കമ്പനിയിലോ? മാധവൻ കമ്പനിയിലേക്ക് എന്തിനാ പോകുന്നത്? അല്ല, ജോലി കമ്പനി. കമ്പനിയിലാണ് നിങ്ങളുടെ ജോലിയെന്ന് ആര് പറഞ്ഞു? നിങ്ങളെ ഇവിടെ വീട്ടുജോലിക്കാ നിയമിച്ചത്. അച്ഛനെ വീട്ടുജോലിക്ക് നിയമിച്ചെന്നോ? എനിക്ക് മനസ്സിലായില്ല മാഡം. വീട്ടുജോലിക്കും ഇവിടെ ഒരു സ്റ്റാഫ് വേണം. വീട്ടുജോലി എന്ന് പറയുമ്പോ സെക്യൂരിറ്റി ജോലി. സെക്യൂരിറ്റി ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇയാൾ ഈ ജോലി സ്വീകരിക്കില്ല, ഉപേക്ഷിച്ചു പോയിക്കോളും. അച്ഛാ, വേണ്ട. അച്ഛനെ കൊണ്ട് ഈ ജോലി പറ്റില്ല. ഞാൻ താമസിക്കുന്ന വീടിന്റെ സെക്യൂരിറ്റിയായി എന്റെ അച്ഛൻ. വേണ്ട അച്ഛാ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. അച്ഛൻ ഈ ജോലി വിട്ടേക്ക്. നന്ദനോട് പറഞ്ഞ് വേറെ എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാം. ആ, ദേവിക പറയുന്നതാ ശരി. ഈ പണി അങ്ങ് മറന്നേക്ക് മാധവ. ഞാൻ ഈ ജോലി ഏറ്റെടുക്കാം. ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ആയിക്കോളാം. ആ, നല്ലത്. പിന്നെ സെക്യൂരിറ്റി ജോലിയോടൊപ്പം ചെറിയ വീട്ടുകാര്യങ്ങളും കൂടി സഹായിക്കേണ്ടി വരും. തുണിയലക്കൽ, കടയിൽ പോക്ക്, ചുറ്റുപാടൊക്കെ വൃത്തിയാക്കല്. അച്ഛാ, അച്ഛൻ ഇവിടുത്തെ വീട്ടുജോലിക്കാരനാവണമെന്ന്. മാഡം പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ജോലിയെല്ലാം ചെയ്തോളാം. പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. ആ, മാധവൻ കേട്ടില്ലേ? മോള് പറയുന്നത് അനുസരിക്കേ. ഞാൻ മറ്റാരെങ്കിലും നിയമിച്ചോളാം. എന്താ ദേവി, എന്താ? ഒന്നുമില്ല. ഇക്കാലത്ത് ആർക്കെങ്കിലും ഉപകാരം ചെയ്യുന്നവരാ പഴി കേൾക്കുന്നത്. വഴിയെ പോണ വയ്യാവേലി എന്ന് പറയുമല്ലോ, അതുപോലെ ആയിപ്പോയി. മീര നിർബന്ധിച്ചിട്ടാ ഒരു ജോലി ഇങ്ങർക്ക് കൊടുക്കാന്ന് വെച്ചത്. ജോലി കൊടുത്ത ഞാനിപ്പോ കുറ്റക്കാരിയായതുപോലെ.
അച്ഛന് കൊടുത്ത ജോലി എന്താണെന്ന് അറിയൂ രജനി ചേച്ചിക്ക്? വീട്ടു ജോലിയും സെക്യൂരിറ്റി പണിയും. എന്താ അമ്മ ഇത്? ഇങ്ങനെ ഒരു ജോലിയാണ് അങ്കിളിന് കൊടുക്കുന്നത്? മാധവൻ അങ്കിൾ ഈ ജോലി ഏറ്റെടുക്കണ്ട. ഇത് മോശം അമ്മേ. ദേവികയുടെ അച്ഛനല്ലേ, നമ്മുടെ ബന്ധുവല്ലേ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. രജനി മോളെ, ദേവികെ, നിങ്ങൾ വിഷമിക്കണ്ട. എനിക്ക് ഈ ജോലി കൂടിയേ കഴിയൂ. ഞാൻ സന്തോഷത്തോടെ ഈ ജോലി ഏറ്റെടുക്കുക. ഈ ഇളവൻ ഒഴിഞ്ഞു പോവില്ല എന്ന് തന്നെയാണല്ലോ. ഹലോ അങ്കിളെ, അടിപൊളി. അങ്കിളപ്പൊ എത്തിയല്ലേ? ജോലിക്ക് വരുന്നില്ല എന്നും പറഞ്ഞ് ബലം പിടിച്ചിരുന്നതാ. പക്ഷേ എന്റെ ഒറ്റ വിളി, ദേ അങ്കിൾ ഇവിടെ എത്തി. എന്നിട്ട് കൊടുത്ത ജോലി എന്താ? സെക്യൂരിറ്റി പണിയും വീട്ടുജോലി. ആ ജോലിയാണോ ആന്റി കൊടുത്തേ? യോഗ്യത നോക്കിയല്ലേ മോളെ ജോലി കൊടുക്കാൻ പറ്റുള്ളൂ. ഏജ് ഓവറായി, പഠിപ്പില്ല. കമ്പനി സിഇഒ ഒന്നും ആക്കാൻ പറ്റില്ലല്ലോ. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. ജോലി ഇന്നതാണെന്നും പറഞ്ഞ് നാണിക്കേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ നാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ഇപ്പോ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ജോലി കിട്ടാൻ മോളാണ് കാരണം. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്റെ പൊന്നങ്കിളെ, അങ്കിള് വലിയ നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല. മാറി നിൽക്കും മോളെ. സ്റ്റാഫിനോട് നിർബന്ധമായിട്ടും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പുറത്ത് നിന്ന് ജോയിൻ ചെയ്തോളൂ. ശരി മാഡം. അച്ഛാ, സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയാൽ എന്നെ വെറുതെ വിട്ടേക്കണം സാറേ. താൻ മിണ്ടായിരിക്കണോ? നന്ദന, എന്തായി മോനെ? അച്ഛാ, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ആ, അത് ആരുടെ പേരില രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോക്കിയോ? ആ, എന്റെ ഇവിടെ വിവാഹ സർട്ടിഫിക്കറ്റ് തന്നെയാ. ആ, എന്നാ നീ വേഗം വാ. നീ വന്നിട്ട് വേണം ഇയാളെ പോലീസിൽ ഏൽപ്പിക്കാൻ. സാറേ, ഇനി അയാളെ ഉപദ്രവിക്കണോ അച്ഛാ? നീ വേഗം വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ശരി അച്ഛാ. ക്ഷമിക്കണം സിദ്ധാർത്ഥ സാറേ, ഞാൻ ഇനി ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യില്ല. തന്റെ കള്ളക്കണ്ണീരൊന്നും വേണ്ട. എത്ര നിരപരാധി പാവങ്ങളെയാ താൻ ഇതുപോലെ പറ്റിച്ചു കാണുക. എന്തായാലും ദേവസ്വം മന്ത്രി ഞാനൊന്ന് വിളിക്കട്ടെ. അയ്യോ സാറേ, വേണ്ട സാറേ. എടോ, ഒരു MLA-യോട് താൻ ഈ രീതിയിലാണ് കാണിക്കുന്നെങ്കിൽ സാധാരണക്കാരോട് താൻ ഏത് രീതിയിലായിരിക്കും പെരുമാറുക? അങ്ങളെ,
ഇയാൾക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കരുത്. അത്രേ ഉള്ളൂ മുരളി. അയ്യോ സാറ്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം. സാറ്